ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെയാ വർഗീയവാദിയാക്കണേ? അല്ലെങ്കിൽ അയ്യങ്കാളി ഏതെങ്കിലും വിധത്തിൽ വർഗീയവാദിയാക്കാൻ പറ്റുമോ വിചാരിച്ചാലും ഇത് അസംബന്ധമാണ്. ഈ പണമുണ്ട് എന്ന സമൂഹത്തിൽ അതിന് പറ്റിയൊരു സ്ഥാനം വന്നിട്ടില്ല. നമ്മുടെ സമ്പത്തിനനുസരിച്ചുള്ള സാമൂഹ്യ പദവി നേടാനുള്ള എളുപ്പമാർഗം ഈ ജാതി മത സംഘടനകളാണ്. അതിന്റെ തലപ്പത്തേക്ക് ഇവർ വന്നിരിക്കുക. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എപ്പോഴും വി ഡി സതീശന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറയുന്നതാണ്, സർക്കാരിന്റെ കയ്യിൽ പണമില്ല, ഒന്നിനും പണമില്ല, പിന്നെ എങ്ങനെയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ പോകുന്നത്? സാമ്പത്തിക പ്രതിസന്ധി മൂലം പാവങ്ങൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് സമയത്ത് കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അത്യപൂർവം. ഇനിയിപ്പോൾ അവരെ പിടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യോഗം നമ്മുടെ പ്രവർത്തകരാണെങ്കിൽ അതിൻ്റെ യോഗം ഭാരവാഹിയൊന്നും ആവണ്ട. ഇനിയിപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് BJP-ക്കാരനാവാൻ പറ്റത്തില്ല. സമുദായത്തിൻ്റെ കാര്യം നോക്കുന്നവരായിക്കോട്ടെ, രാഷ്ട്രീയം കളിക്കുന്നവർ കയറി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വി ആർ ഓൾസോ ടേക്കിംഗ് ടു ദ ഫൈറ്റ്. അപ്പോൾ ചെക്ക്മേറ്റായി. നമുക്ക് നോക്കാം ഫൈറ്റ് ചെയ്ത് ആരെ പോകുന്നുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ശക്തി എന്താ? ഏറ്റവും വലിയ ശക്തി നമ്മുടെ പാരമ്പര്യം തന്നെ. ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെയാ വർഗീയവാദിയാക്കണേ? ഇത് അസംബന്ധമാണ്. അല്ലെങ്കിൽ അയ്യങ്കാളി ഏതെങ്കിലും വിധത്തിൽ വർഗീയവാദിയാക്കാൻ പറ്റുമോ വിചാരിച്ചാലും നമ്മുടെ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകത വർഗീയമായിരുന്നില്ല, കമ്മ്യൂണലായിരുന്നില്ല എന്നുള്ളതാണ്. മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്നതായിരുന്നുള്ളത്. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അപ്പം നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്താം. ദൗർബല്യം എന്താ? ഈ പരമ്പരാഗത ജാതിക്കുള്ളിൽ ഒരു സമ്പന്ന വർഗം വളർന്നു വന്നിട്ടുണ്ട്. കേരളത്തിലൊരു 30% ആളുകൾ നല്ല സമ്പന്നരായിട്ട് മാറിയിട്ടുണ്ട്. പണമൊന്നും പ്രശ്നമല്ല. ഉണ്ട് സമ്പത്ത്. അത് ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയതാ. അപ്പം ഭൂപരിഷ്കരണം കഴിഞ്ഞ് ഭൂമി കിട്ടിയപ്പോൾ അതിൽ നിന്ന് വളർന്നതായിരിക്കും പല രീതിയിൽ. അപ്പോൾ ഇവർക്ക് ഈ പണമുണ്ട് എന്ന സമൂഹത്തിൽ അതിന് പറ്റിയൊരു സ്ഥാനം വന്നിട്ടില്ല. അത് സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥാപിത രീതികളുണ്ടെത്താൻ പക്ഷെ തിടുക്കോ. അതുകൊണ്ട് എളുപ്പ പണി ഈ സാമൂഹ്യ പദവി നേടാനുള്ള, നമ്മുടെ സമ്പത്തിനനുസരിച്ചുള്ള സാമൂഹ്യ പദവി നേടാനുള്ള എളുപ്പമാർഗം ഈ ജാതി മത സംഘടനകളാണ്. അതിൻ്റെ തലപ്പത്തേക്ക് ഇവർ വന്നിരിക്കുക. ഇങ്ങനത്തെ വലിയൊരു സെറ്റ്. അവർക്കിത് ഈ രാഷ്ട്രീയം, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശം ഇതൊന്നും പ്രശ്നമല്ല. ഈ ഒരു മാറ്റവും വന്നത് ഇതാണ് ഏറ്റവും വലിയ ദൗർബല്യം. ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ഇവരെക്കാളൊക്കെ ശക്തി ശ്രീനാരായണ ഗുരുദേവന് തന്നെ ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. BJP-യുടെ വളർച്ചയെ പറ്റി പറഞ്ഞു. ഇവിടെ BJP-യെ പറ്റി പറയുമ്പോൾ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പറ്റി കൂടി പറഞ്ഞു പോകണം. ഇനിയൊരു തുടർഭരണം അത് കേരള സർക്കാരിനുണ്ടാവും, ഇടതുപക്ഷ സർക്കാരിനുണ്ടാവും, അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രതീക്ഷ? ഇടതുപക്ഷ സർക്കാരുണ്ടാവും. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം പാവങ്ങൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് സമയത്ത് കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അത്യപൂർവം. അത് പരിഹരിക്കും. വർദ്ധിപ്പിക്കൽ എനിക്കറിഞ്ഞുകൂടാ, അത്രയ്ക്ക് വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ ഏറ്റവും വലിയ അവകാശവാദം എന്താ? ഇത് മുഴുവൻ നൽകിയിട്ടുള്ള ഇടതുപക്ഷമാണെന്ന്. ഈ വലതുപക്ഷത്തിന് എന്താ സംഭാവന? 1600 രൂപ പെൻഷൻ നൽകുന്നതിൽ UDF-ന് ആകെ അവകാശപ്പെടാൻ പറ്റുന്നത് 100. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 200 ഉണ്ടെന്ന്. എടുത്തോ, എന്നാലും 1600 കൊടുത്ത ഇടതുപക്ഷമല്ലേ. ഇത് തന്നെയാണ് ഏത് വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ എടുത്താലും നമുക്ക് കാണാൻ കഴിയും ചിത്രം. പാവങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾ എത്ര നന്നായി, പാവങ്ങൾ പോണ ആശുപത്രികൾ എത്ര നന്നായി. അപ്പോൾ ഈ രീതിയിൽ പാവങ്ങളെ നമ്മൾ സഹായിക്കുന്നു. വലതുപക്ഷത്തിൻ്റെ നിലപാട് വ്യത്യസ്തം. പക്ഷെ വലതുപക്ഷവും പറയും ഞങ്ങളിതിന് വേണ്ടിയിട്ടാണെന്ന്. അതുകൊണ്ട് അത്രയും വേഷത്തില്ലെന്ന് വെച്ചോളൂ. അവർക്കും പാവങ്ങളിൽ പങ്കൊക്കെ കിട്ടും, മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തോടൊപ്പം ആണെങ്കിലും. രണ്ടാമത്തെ ഒന്ന്,
നമ്മളപ്പോൾ ഈ ഒരു വലിയ ഇടത്തരക്കാരുടെ വിഭാഗം വന്നിട്ടുണ്ടല്ലോ, അവർക്ക് വേണ്ടത് നാളത്തെ വികസിത കേരളമാണ്. അതിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കിഫ്ബിയും വിജ്ഞാന കേരളവും എല്ലാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. UDFൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം ഇങ്ങനെയുള്ളൊരു കേരളത്തെ എങ്ങനെ സൃഷ്ടിക്കാമെന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ല. അവർ കിഫ്ബിക്കെതിരാ. കിഫ്ബി ഇല്ലെങ്കിൽ 1,00,000 കോടി രൂപ നിങ്ങൾ എങ്ങനെയാ കണ്ടെത്തി മുടക്കാം? ഈ ചോദ്യമില്ല, ഈ ചോദ്യത്തിന് ഉത്തരവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാധ്യതകൾ പൂർത്തിയാകണമെങ്കിൽ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഇടതുപക്ഷം വരണം. ഇതാണ് നമ്മൾ പറയുന്നത്. 2, രാഷ്ട്രീയമാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു ഇടതുപക്ഷ നിലപാട് വെക്കുന്ന ഒരു ടീം വേണ്ടേ? അല്ലെങ്കിൽ ഈ പരിഷ്കാരങ്ങൾ, നിയോ ലിബറൽ പരിഷ്കാരങ്ങളുടെ വക്താക്കൾ തന്നെ ഇന്ത്യ മതിയോ? സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മുദ്രാവാക്യം ഉയർത്തുന്ന ഒരു ടീം ഇന്ത്യ വേണ്ടേ? അത് ദുർബലമായി. പക്ഷെ കേരളത്തിലുണ്ട്. കേരളത്തിലെങ്കിലും പിടിച്ചു നിൽക്കണം. ആ വാശി ഇടതുപക്ഷത്തിനും ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നവർക്കുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 3-ാം വട്ടം അധികാര തുടർച്ച ഉണ്ടാവും എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ വെറുതെ ഇരുന്നാൽ കിട്ടുമൊന്നുമില്ല, പണിയെടുക്കണം. ഒന്ന് BJP നമ്മുടെ അടുത്തറിൽ നിന്ന് മാന്താന്ന് നോക്കണം. അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. നമ്മൾ തൃശ്ശൂരിനെ പറ്റി പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി അധികമായി ചേർത്തു എന്ന് പറയുന്ന വോട്ടുകൾ, അപ്പോൾ അവിടെ ഈ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം വരുന്നു. പണ്ടത്തെ കളിയല്ല, എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കൂട്ടരാണ്. അതിൽ UDFന്റെ കാര്യം പറയാം. അവിടെ കൃത്യമായി ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് മുരളീധരൻ സാറുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്റെ പരാതി ഇത് തന്നെയായിരുന്നു. TN പ്രതാപനും സംഘവും അവിടെ കൃത്യമായി വോട്ട് ചേർത്തിരുന്നില്ല, വോട്ടർ പട്ടിക പരിശോധിച്ചിരുന്നില്ല. ഇത് തന്നെയാണ് ഞാൻ അന്ന് പരാജയപ്പെട്ടപ്പോൾ ഉന്നയിച്ച വിഷയം. അല്ലാതെ അയാൾ എന്നെ പണിഞ്ഞു എന്നല്ല ഞാൻ അവിടെ പറഞ്ഞത്, മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് പറഞ്ഞു. അവിടെ ഈ ചോദ്യം, ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇതിൽ ജാഗ്രത പുലർത്തുന്നവരാണ് ബൂത്ത് തലം മുതൽ. ഏതായാലും ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടത് BJP വേറൊരു മനസ്സിലാക്കാൻ പറ്റില്ല. എന്തും ചെയ്യാം, അതിലില്ലാത്ത പണമുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത ഇലക്ഷൻ്റെ എല്ലാ ഘട്ടത്തിലും മാത്രമല്ല, നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളിലും വേണം. കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു വലിയ തലവേദന പ്രശ്നം ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പോലുള്ള, കാസയൊക്കെ പോലുള്ള ഒരു സെറ്റ് ന്യൂനപക്ഷങ്ങൾക്കിടയിലും വളർന്നു വന്നത്. അപ്പോൾ ഇവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹിന്ദു വർഗീയത വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് BJP. അവരാണെങ്കിലോ ഈ BJP ചൂണ്ടിക്കാണിച്ചിട്ടാണ് തങ്ങളുടെ പരിപാടി വളർത്താൻ ശ്രമിക്കുന്നത്. ഇവരുടെ ഈ ധ്രുവീകരണത്തിനിടയിൽ സാന്നിധ്യോടുകൂടി ഒരു നിലപാടെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമകരമാണ്. ഇതൊരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളത്തെ നയിക്കുന്നതിന് ഈ 2 സെറ്റും തീവ്രമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അങ്ങനെയല്ല, ഇത് രണ്ടുമല്ല വേണ്ട, നടുക്കാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ നിലപാട് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയത്നം വേണം. ഇപ്പം BJP മാത്രമാണ്, മറ്റത് ദുർബലമാണെങ്കിൽ പ്രശ്നമില്ല, നേരിടാം. ഇതങ്ങനെയല്ല. നിങ്ങൾ ന്യൂനപക്ഷ അവകാശ സംരക്ഷണം പറഞ്ഞാൽ അത് ന്യൂനപക്ഷ പ്രീണനമായിട്ട് പറഞ്ഞു. നമ്മൾ തീവ്രവാദികൾക്ക്, ഇസ്ലാമിക് തീവ്രവാദികൾക്ക് നേരിട്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ഇടത് സംഖ്യകളാണ് എന്നും പറഞ്ഞിറങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ രാഷ്ട്രീയം അത്ര ലളിതമല്ല. പക്ഷേ അത് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇടത് നേതാക്കന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നൊരു വലിയ വെല്ലുവിളിയാണ്. ഇടതുപക്ഷ നേതാക്കന്മാർ, അതെ, ഞങ്ങൾക്കുള്ള പോരായ്മ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നേതാക്കന്മാരെന്നുള്ള നിലയിൽ മാത്രമല്ല, ഇടതുപക്ഷ സംഘടന തന്നെ പണ്ടില്ലാതിരുന്ന ഒരുപാട് ദൗർബല്യവും. പണ്ട് ഇതിൽ നിന്ന് അടി കിട്ടാന്നല്ലാതെ വേറൊന്നും കിട്ടാൻ തൽക്കാലം
സാധ്യതയില്ല. ഇന്നങ്ങനെയല്ല. അധികാര കേന്ദ്രങ്ങൾ സംസ്ഥാന തലത്തിൽ മാത്രമല്ല, പഞ്ചായത്ത് തലത്തിലും എല്ലാം ഉണ്ട്. അത് രാഷ്ട്രീയ മണ്ഡലത്തിൽ മാത്രമല്ല, സഹകരണം, അത് ഇത് ഇങ്ങനെയുള്ള സാമൂഹിക സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ വിശാലമായിട്ടുള്ള സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റ് കഴിയുമ്പോൾ ഇതുകൊണ്ട് തങ്ങൾക്കെന്തുണ്ടാക്കാമെന്നുള്ള ചിന്ത കടന്നു വരും മനുഷ്യന്മാരല്ലേ. വേറെ വഴിയൊന്നുമില്ല. ഇങ്ങനെ വരുന്നുണ്ടെന്ന് കണ്ടിട്ട് അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുക, നിരന്തരം ജാഗ്രത പുലർത്തുക, തെറ്റുതിരുത്തുക. ഇപ്പോൾ ചിലർ ചോദിക്കും, ഇവര് തെറ്റ് തീരുന്നില്ലല്ലോ, ഒരു റൗണ്ട് അടുത്ത റൗണ്ട്. അതേന്ന് നമ്മൾ നിതാന്ത ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഈ സമൂഹത്തിലെ വിഴുപ്പൊക്കെ നമ്മളെ വിഴുങ്ങും. അതുകൊണ്ട് വലിയ ജാഗ്രത. ആ രീതിയിലുള്ള മോശത്രം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ നേതാക്കന്മാർക്കും ഞാനടക്കം ഉള്ളവർക്കും പ്രശ്നങ്ങളുണ്ട്. പണ്ടത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അതൊക്കെ ഉണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഇവിടുത്തെ ജന്മിമാർക്കും മുതലാളിമാർക്കും വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴല്ലല്ലോ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇതാണ് കോൺഗ്രസ്സായിട്ട് വ്യത്യാസം. ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടിയിട്ടല്ലാതെ ഇവിടുത്തെ ജന്മിമാർക്കും മുതലാളിമാർക്കും വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് സ്വപ്നത്തിൽ പോലും ആരെങ്കിലും പറയൂ. ഇത് മുഴുവൻ്റെയും ചരിത്രം അതല്ലേ ഇന്ന് ഫൈറ്റിൻ്റെത്. അപ്പോൾ ഈ അപജയങ്ങൾ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന വേളയിലാണ്. അപ്പോൾ ആ രാഷ്ട്രീയം നിലപാട് നമുക്ക് അണികളിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞാൽ ഈ തെറ്റുകളൊക്കെ തിരുത്താൻ പറ്റും. അങ്ങ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന 5 വർഷക്കാലത്തിൽ എന്നോട് ചോദിക്കുകയാണ്, വ്യക്തിപരമായി ചോദിക്കുകയാണ്, അങ്ങയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജനകീയ ഹോട്ടലുകളാണ്. ജനകീയ ഹോട്ടലുകൾ വന്നതാണ്. പക്ഷെ ആ ജനകീയ ഹോട്ടലുകളുടെ പ്രവർത്തനം ഇന്ന് വളരെ താറുമാറായി കിടക്കുക. ഞാൻ ഒരുപാട് ആഹാരം അവിടെ നിന്ന് കഴിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ വല്ല ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സമയമാണ്. ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളും നടപ്പിലാക്കാൻ ഞാനിപ്പോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നിരുന്നത് സമൃദ്ധി എന്നാണ്. സമൃദ്ധി നോർത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് സമൃദ്ധി പോയി ഭക്ഷണം കഴിച്ചിട്ട് സിറ്റി കിട്ടാവുന്ന ഏറ്റവും നല്ല ഭക്ഷണങ്ങളിലൊന്ന് സമൃദ്ധി കടവന്ത്രി തുടങ്ങിയിട്ടുണ്ട്. വളരെ ന്യായമായ വിലക്ക് സൗഹാർദ്ദമായ അന്തരീക്ഷം കഴിക്കാൻ പറ്റുന്നു. ഇപ്പം ജനകീയ ഹോട്ടലുകൾ ആ രീതിയിൽ വരാം. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ സർക്കാരിൻ്റെ സബ്സിഡി എന്ന് പറയുന്നത് വില 5 രൂപ കൂട്ടിക്കോ സംസ്ഥാന സർക്കാർ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ദാറ്റ്സ് വാട്ട്. അപ്പോൾ ഈ എന്താ ഉണ്ടായെന്ന് കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കാത്ത പലതും പൂട്ടി, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, കോവിഡ് കാലത്ത് ഇത് വലിയൊരു സാമൂഹ്യ ധർമ്മം ചെയ്യും. ഉറപ്പായി അതല്ല ഇന്നുള്ളത്. ഇത് എവിടെയൊക്കെ ജനങ്ങളുടെ പിന്തുണയൊക്കെ ഉണ്ടോ നന്നായിട്ട് വന്ന് ഞാനൊരു ഹോട്ടൽ നടത്തിയിരുന്നു ആലപ്പുഴ. ആ ഹോട്ടലിൽ എന്താണെന്നറിയാം, നിങ്ങൾ പറയണ പോലെ ഒന്നുമല്ല. ആ ഹോട്ടലിൽ 3-4 നേരവും ഭക്ഷണമുണ്ട്. ചായ, ഉച്ചക്ക് ഇറച്ചിയും മീനും ഉണ്ടാവും, വൈകുന്നേരം കഞ്ഞിയും പുഴുക്കും ഒക്കെ ഉണ്ടാവും. വിശക്കണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ വന്നിരുന്ന് തിന്നാം. നല്ല ഭക്ഷണം, ഫ്രീ. മനസ്സും വയറും നിറഞ്ഞാൽ ഇഷ്ടമുള്ളത് പെട്ടിയിലിട്ടിട്ട് പോവാം. അതുകൊണ്ട് 1 കോടി രൂപ ഒരു വർഷം ചെലവ് വരും. അതിന് 85% പെട്ടിയിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇത് ഫ്രീ കൊടുക്കുന്നവര്, കഴിച്ചു പോണവര് എന്ത് കിട്ടിയാലും കൂടി. പിന്നെ പൈസ തന്നിട്ട് കഴിക്കുന്നവർക്ക് നല്ല ഭക്ഷണം വേണ്ടേ? അതുകൊണ്ട് കഞ്ഞി കേന്ദ്രമൊന്നും അല്ലത്, നല്ല അസലും ഊണും കറിയും ഭക്ഷണവും കൊടുക്കുന്ന കേന്ദ്രമാണ്. ആകെ നമ്മൾ ചെയ്യണ പ്രമാണത്തെ വെച്ചാൽ ഇടയ്ക്ക് വല്ലപ്പോഴും 2 സിനിമക്കാരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ച് അവർ ഒരു പോസ്റ്റൊക്കെ അതിനെ കുറിച്ച് ഇടും. സച്ചിൻ തെണ്ടുൽക്കർ വന്നു പോയപ്പോൾ
ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കയറി ഒരു ചായ കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് കയറ്റി അങ്ങനെയൊക്കെ ഉള്ള ചില. പക്ഷേ അവിടെ കസ്റ്റമറി ആയി തീർന്നു. നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണ വാർഷികമാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ ഓർമ്മ തരമാണെങ്കിൽ അന്നൊരു 100 ഊണിനുള്ള പണം പെട്ടിയിലിടാം. നടന്നതാ. അപ്പോൾ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ സബ്സിഡി ഇല്ലെങ്കിലും ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകാം. അങ്ങനെ നടത്തുന്ന ഒട്ടനവധി കുടുംബശ്രീ അത്രത്തോളം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാത്ത അമ്മമാരാണ് ഇത് നടത്തിയത്. അവർക്കൊരു പ്രോപ്പർ ട്രെയിനിങ്ങിന്റെ കുറവുണ്ടായി എന്നുള്ളതാണ് അവസാന ഘട്ടങ്ങൾ. ഇപ്പം കുടുംബശ്രീയുടെ ഏറ്റവും വിജയകരമായ സംരംഭം ജനകീയ ഹോട്ടലിൽ നിന്നൊരു പടി കൂടി പോയിട്ട് പ്രീമിയം കഫേ, മറ്റേത് കഫേയും പോലെ തന്നെ നല്ല ഭക്ഷണം. നിങ്ങൾ തൃശ്ശൂർ അറൗണ്ടിൽ തന്നെ ആ നിലയിൽ നല്ല ഭക്ഷണം കിട്ടും. പന്തളത്ത് പോയാൽ കിട്ടും, അങ്കമാലി പോയാൽ കിട്ടും. അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഇന്നോവേറ്റീവായിട്ടുള്ളത് കിഫ്ബി തന്നെയാണ്. നമ്മള് ആകാശത്ത് നിന്ന് ബസ് കൊടുക്കുന്നവരെ 1 ലക്ഷം കോടി രൂപ. ഞാൻ പറഞ്ഞത് എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ, കാരണം അന്ന് നമുക്ക് വിശപ്പിന്റെ വില അറിയുന്ന സമയത്ത് നമ്മളെ ഊട്ടിയ പ്രസ്ഥാനമാണ്, അതുകൊണ്ടാണ്. പക്ഷെ അതുകൊണ്ട് ഒരു 25% ജനകീയ ഹോട്ടലുകൾ പോയി, ബാക്കിയുള്ള നിൽക്കുന്നുണ്ട്. അതിങ്ങനെ റീവൈവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. പക്ഷേ കഞ്ഞി വീഴ്ത്തൽ കേന്ദ്രമായിട്ടല്ല നടത്തേണ്ടത്. നല്ല ഭക്ഷണം. ഇപ്പൊ സമൃദ്ധി പോകുന്നു, ഇടത്തരക്കാരടക്കം വന്ന് ഞാനപ്പോ ഇരുന്ന് എനിക്ക് സ്വല്പം ഡിക്റ്റേഷൻ കൊടുക്കണമായിരുന്നു. അവിടെ നോക്കുമ്പോൾ നമ്മളൊരു മുറി കയറി ഇരുന്ന് അനുബന്ധ മുറികളിലൊന്ന് തിരക്ക്, അത്രക്ക് തിരക്ക്, അവിടെ ഇരുന്ന് എഴുതാൻ പറ്റൂല. അതുകൊണ്ട് ഒരു മുറി കയറി അപ്പൊ തുടങ്ങാൻ പോണു. തുടങ്ങി കടവന്തറ, ഷിപ്പ് യാർഡ് തുടങ്ങി. ഫുഡ് ഇപ്പൊ ഓർഡർ ചെയ്യുന്നത് അവിടുന്നാണ്, GCDയുടെ കെട്ടിടത്തിൽ. അതൊന്നും പോയിട്ടൊന്നുമില്ല. ചെറിയൊരു തിരിച്ചടി വന്നു, പക്ഷേ പിക്കാം. അവസാനമായൊരു ചോദ്യം, പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അത് അങ്ങനെയൊന്നും നമ്മൾ വ്യക്തിപരമായി തീരുമാനിക്കുന്നേ അല്ല. പാർട്ടി ഒരു നിർദ്ദേശം വച്ചു, ഫൈറ്റ് ചെയ്യാം. പക്ഷേ കള്ളവോട്ടൊന്നുമല്ല, നമുക്ക് വോട്ട് കിട്ടിയില്ല. യഥാർത്ഥ വോട്ടുകളാണ് കിട്ടിയത്. പക്ഷെ വോട്ട് കിട്ടിയില്ലെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങള് പത്തനംതിട്ട മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഇപ്പൊ വിജ്ഞാന കേരളത്തിലാണ് ഞാനിപ്പോ മുഴുവൻ സമയം പ്രവർത്തിക്കുന്നത്. 1 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് ജോലി കൊടുക്കും കേരളത്തിൽ. നമ്മുടെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ 1 ലക്ഷം പേർക്ക് ഈ വർഷം അവസാനിക്കുമ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് കൊടുത്തിരിക്കും. നമുക്കൊരു 3 ലക്ഷം സ്ത്രീകൾക്കെങ്കിലും കേരളത്തിൽ വീട്ടമ്മമാർക്ക് വീടിനടുത്ത് ജോലി മേടിച്ചു കൊടുക്കും. ദീസ് ആർ സംതിങ്സ് വിച്ച് ആർ ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിപാടി പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ വാഗ്ദാനം ഇതായിരുന്നു. വിജ്ഞാന പത്തനംതിട്ട എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ പത്തനംതിട്ടയിൽ ഇങ്ങനെ തൊഴിൽ കൊടുക്കും 50,000 പേർക്ക് എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ പത്തനംതിട്ടയിൽ മാത്രമല്ലല്ലോ, കേരളം മുഴുവനും നമ്മളിത് വ്യാപിപ്പിക്കില്ലേ. ബാക്കിയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ, കാരണം ഇപ്പോൾ പമ്പയാറിൻ്റെ പുനരുദ്ധാരണം, അതൊക്കെ വലിയ പ്രോഗ്രാംസാണ്. പക്ഷെ നിങ്ങൾ അവിടുത്തെ ജനപ്രതിനിധിയായിരിക്കും, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ വീൺ വാക്കല്ല, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലുണ്ട്. എല്ലാവരും അവിടെയുള്ളവർ ഇത് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഞാൻ വിചാരിച്ച് കുറച്ചു പേർക്ക് വല്ലതും ജോലി കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ വിശ്വസിച്ചാൽ, ഇത്രയും പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിപ്പീരാണെന്നാ ചിന്തിക്കുക. ഡസൻറ്റ് മാറ്റർ. ദാറ്റ്സ് ഓൾസോ ആദ്യത്തെ പരാജയം. ഡസൻറ്റ് മാറ്റർ. അത് എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്തില്ല. ഇപ്പൊ ഒരു ഇലക്ഷൻ ഫൈറ്റിനുള്ള ക്ഷണിച്ചു. പക്ഷേ ഇറ്റ്സ് ഓൾ റൈറ്റ്. അതൊരു അനുഭവം. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിന് നന്ദി. താങ്ക് യു.
താങ്ക് യു.